2-3 ലക്ഷം രൂപ ക്യാഷ് ബാക്കിൽ ഇറക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ക്രെറ്റാണ്. റീപ്ലേസ്മെന്റിന്റെ കാര്യം നിങ്ങൾ പേടിക്കേ വേണ്ട, ഫുൾ ഓൺ ചെയ്യാൻ പറ്റും. ഫുൾ ഓൺ ആണ് ഈ രണ്ട് വാഹനങ്ങളും ഫുൾ ഓൺ ആണ്. ഫുൾ ഓൺ തന്നെ നമുക്ക് കിട്ടുന്ന താറുകളാണ്. പ്രധാന ഒരു വിലക്ക് വിട്ടിട്ട് പിന്നെ അതിലൊരു ഓഫർ കൊടുത്തിട്ട് വരില്ല. അതായത് നമ്മുടെ ഓഫർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ലോവസ്റ്റ് പ്രൈസ്, ഏകദേശം 1 ലക്ഷത്തിന് അടുത്ത് തന്നെ നമുക്ക് ഒരു ഓഫർ വന്നിട്ടുണ്ട് ഈ വാഹനത്തിന്. ഫുൾ ഓൺ അവൈലബിൾ ആണ്. ഇതിലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ വാഹനത്തിൽ എന്ത് ഫീച്ചർ ഇല്ലാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പ്രയാസപ്പെടും. അത്രയും ഫീച്ചർ ലോഡഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ്. ഡിയർ ഫ്രണ്ട്സ്, SUV-കളൊക്കെ നോക്കുന്നവർക്ക് ഗംഭീരമായ കളക്ഷനും അടിപൊളി ഓഫർ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. മാനുസ് കാർ വേൾഡിലാണ്. നമ്മൾ ഇന്ത്യയിൽ നിന്ന് ലീഡിംഗ് ബ്രാൻഡ്സിന് എല്ലാ SUV-കളും ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ഗംഭീര കളക്ഷനാണ്. അല്ല, നമുക്ക് 7 സീറ്ററുകളും SUV-കളൊക്കെ ഉള്ള നല്ലൊരു കിഡ്ലം പാർട്ടി ഉണ്ടെന്ന് മാനുസ് കാർ വേൾഡിൽ വന്നിട്ടുണ്ട്. സോ മാനുക, നമ്മൾ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത്തവണ നമ്മൾ വീണ്ടും പൊളി കളക്ഷനൊക്കെയാണ് വന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ താറുകളുണ്ട്, അത്യാവശ്യം എല്ലാ ലീഡിംഗ് ബ്രാൻഡ്സിന്റെ SUV-കളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മാനുക ഈ ഒരു ന്യൂ ഇയർ ഒക്കെ ആയല്ലോ, നമുക്ക് ന്യൂ ഇയർ ക്രിസ്മസ് എങ്ങനെയാണ് ഓഫറൊക്കെ? നമ്മൾ ഓഫർ എന്ന് പറഞ്ഞാൽ പ്രൈസ് ഏറ്റവും കുറച്ചിട്ടുള്ള ഓഫറാണ് കൊടുക്കുന്നത്. കാരണം സാധാരണ ഒരു വിലക്ക് വിട്ടിട്ട് പിന്നെ അതിലൊരു ഓഫർ കൊടുത്തിട്ട് വരില്ല. അതായത് നമ്മുടെ ഓഫർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ലോവസ്റ്റ് പ്രൈസ്, ആ പ്രൈസിനാണ് നമ്മൾ കൊടുക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഓഫർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്സിഡന്റ്, ഫ്ലഡ് എഫക്റ്റഡ്, മേജർ ആക്സിഡന്റ് ക്ലെയിമുകളൊന്നുള്ള വാഹനങ്ങളില്ല. അതേപോലെ റീ രജിസ്ട്രേഷൻ വാഹനങ്ങളില്ല. യാതൊരു പ്രശ്നങ്ങളുള്ള ഒരു വാഹനങ്ങളും നമ്മൾ വാങ്ങാറില്ല, വിൽക്കാറില്ല. റീപ്ലേസ്മെന്റിന്റെ കാര്യം നിങ്ങൾ പേടിക്കേ വേണ്ട. അഥവാ ഇങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളായിട്ട് കറക്റ്റായിട്ട് ബോധ്യപ്പെടുത്തിയതിന്റെ ശേഷമേ മാത്രമേ വാഹനം വാങ്ങുള്ളൂ. ഇതിലും വലിയൊരു ഓഫർ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടാനുള്ളത്. അതും യൂസ്ഡ് കാറിലാണ് മാനുസ് കാർ വേൾഡ് നൽകുന്നത്. അപ്പോൾ നമുക്ക് ഇനി വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വാറണ്ടി കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തല്ലോ. നിങ്ങൾ ആവശ്യപ്പെടുന്ന വാഹനത്തിന് 1 വർഷം വരെ നമുക്ക് വാറണ്ടി അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാൽ, മലപ്പുറം ജില്ലയിലെ വെള്ളോമ്പ്രം എന്ന സ്ഥലത്താണ്. അതായത് കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്ന് പാലക്കാട് ഭാഗത്തേക്ക് 12 കിലോമീറ്ററും മലപ്പുറം മഞ്ചേരി ടൗണിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് 10 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷോപ്പായ മാനുസ് കാർ വേൾഡ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇനി ഈ സ്ഥലം ഒന്നും മനസ്സിലായില്ല എങ്കിൽ നിങ്ങൾ ഗൂഗിൾ മാനുസ് കാർ വേൾഡ് സെർച്ച് ചെയ്താൽ കറക്റ്റ് ലൊക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. യൂട്യൂബ്, ഇൻസ്റ്റാ, ഫേസ്ബുക്ക് അക്കൗണ്ടുകളും മാനുസ് കാർ വേൾഡ് സെർച്ച് ചെയ്താൽ ഞങ്ങളുടെ വാഹനങ്ങളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ ഡീറ്റെയിൽസുകളിലേക്ക് കടക്കാം. അപ്പോൾ ഒത്തിരി നമുക്ക് സാധാരണക്കാരന് പറ്റിയ വാഹനങ്ങളുണ്ട്. കൂടുതലും നമുക്ക് SUV-കളാണെന്ന് കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്യുന്നത്. അപ്പം ബ്ലാക്ക് ഒത്തിരി കളക്ഷൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഒരു ബ്ലാക്ക് എന്ന് തുടങ്ങിയാലും മാനുക ഒരു കിഡ്ലം വണ്ടിയാണ്. കാരണം നമുക്ക് ഈ ഒരു സെഗ്മെന്റിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വാഹനമാണ്. MG-യുടെ എക്ടർ പ്ലസ് ആണല്ലേ, 7 സീറ്റർ അല്ലേ? 7 സീറ്റർ ആണ്. ഇത് നമുക്ക് ഫുൾ ഓൺ കൊടുക്കാൻ പറ്റും മാനുക? ഇത് ഫുൾ ഓൺ അവൈലബിൾ ആണ്. ഇതിലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ വാഹനത്തിൽ എന്ത് ഫീച്ചർ ഇല്ലാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പ്രയാസപ്പെടും. അത്രയും ഫീച്ചർ ലോഡഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ്. അത് വെറും കിലോമീറ്റർ ആണ് 60,000 ഓടിയിട്ടുള്ള. ഓട്ടോമാറ്റിക് ആണ്, പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്, എക്സ്ട്രാ പ്ലസ് ആണ്. 7 സീറ്റർ ആണ് വരുന്നത് ഈ വാഹനം. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ല ഫീച്ചർ ലോഡറാണ്, 7 സീറ്റർ ആണ്, പ്ലസ് ഓട്ടോമാറ്റിക് കൂടിയാണ് അല്ലേ? ഇതെങ്ങനെയായിരുന്നു മാനുക കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്? 60,000 കിലോമീറ്റർ 2021 ഓട്ടോമാറ്റിക് ആണ്, പെട്രോൾ ആണ്, സിംഗിൾ ഓണർഷിപ്പ് ആണ്, ആക്സിഡന്റോ ക്ലെയിം ഒന്നുമില്ല. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ ഉപയോഗിച്ച ഒരു വാഹനമാണ്. ഇന്ത്യയിലൊക്കെ ഒക്കെ നോക്കി നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ്, പനോരമിക് സൺറൂഫ്, 7 സീറ്റർ ആണ്. അത് നമുക്ക് സിംഗിൾ ഓൺഷിപ്പ് ആണ് അല്ലേ? എത്ര ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്നത്? ഏറ്റവും ഒരു ഓഫർ പ്രൈസ് തന്നെ 15 ലക്ഷം രൂപക്ക് കൊടുക്കാൻ പറ്റും. ഫുൾ ലോണും കൊടുക്കാൻ പറ്റും. ഫുൾ ലോൺ കൊടുക്കാം. അപ്പൊ ഒരു പുതിയൊരു വാഹനമായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ലക്ഷങ്ങൾ നമുക്ക് സേവ് ചെയ്യാം. പ്ലസ് 30 ലാഖ് പുതിയ വാഹനത്തിന് വില വരുന്നുണ്ട്. അപ്പൊ നമ്മൾ നല്ലൊരു എമൗണ്ട് നമുക്ക് സേവ് ചെയ്യുകയും ചെയ്യാം. അതും ഫുൾ ലോണിൽ ഇറക്കും ചെയ്യാം അല്ലേ? ഇത് നമുക്ക് ടാറ്റയിലെ ഏറ്റവും കൂടുതൽ അവരുടെ ഹയസ്റ്റ് പീക്ക് വണ്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും ആരിയർ തന്നെയാണ്. അപ്പോൾ സഫാരി ഉണ്ടെങ്കിൽ നമുക്ക് അവരുടെ ഏറ്റവും ഒരു ഹൈ എൻഡ് സെഗ്മെന്റ് ശരിക്കും ആരിയർ തന്നെയാണ് അല്ലേ? അത് നമുക്ക് ലാൻഡ് റോവർ ഡിസ്കവറിന്റെ പ്ലാറ്റ്ഫോമിലൊക്കെ വരുന്ന ഒരു അടിപൊളി വാഹനമാണ്. അതും വൈറ്റ് ഫിനിഷിങ്. എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡൽ കാര്യങ്ങളൊക്കെ? 2019 90,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ്. ഓക്കെ, കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 90,000 കിലോമീറ്റർ. ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഫുൾ ഹിസ്റ്ററി എല്ലാം പക്കയാണ്. അതേപോലെ തന്നെ നമുക്ക് ഡീസൽ മാത്രമാണ് ഈ ഒരു വാഹനം ഇറങ്ങിയിട്ടുള്ളത്. അത്യാവശ്യം ഒരു അപ് ടു 90% വരെ ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? നമുക്ക് ഫൈനലായിട്ട് നമുക്ക് ഈ ഓഫർ പ്രൈസ് വെച്ചിട്ട് നമുക്ക് ഒരു 9,70,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. അതായത് 10 ലക്ഷത്തിന് താഴെ ബഡ്ജറ്റില് ഒരു ഡീസൽ SUV അല്ലേ? അത് നമുക്ക് ഫുൾ ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം പക്കയാണ്. 1 ലക്ഷത്തിന് താഴെ കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വാഹനം. നമുക്ക് ഫുൾ ഓൺ ചെയ്യാൻ പറ്റും. ഈ രണ്ട് വാഹനങ്ങളും ഫുൾ ഓൺ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ പരിചയപ്പെടുത്തുന്ന 85% വാഹനങ്ങൾ ഫുൾ ഓൺ ആണ്. ഫുൾ ഓൺ ആണ് നമുക്ക്. അപ്പോൾ ട്രാക്ക് ഉണ്ടെങ്കിൽ ആധാർ, പാൻ കാർഡ്, സ്റ്റേറ്റ്മെന്റ് ഓക്കെ ആണെങ്കിൽ വണ്ടി അങ്ങ് കൊണ്ടുപോകാം അല്ലേ? അടുത്ത തവണ നമുക്ക് ലേഡീസിനും അതേപോലെ തന്നെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡ്ലം വാഹനമാണ് എക്കോ സ്പോർട്ട്. അതും ഫുൾ ബ്ലാക്കിൽ വരുന്ന ഒരു വാഹനം. എങ്ങനെയാണ് മാർക്കത്തിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വരുന്നത്? 2018 മോഡലാണ്, 90,000 കിലോമീറ്റർ ആണ്, സെക്കൻഡ് ഓണർഷിപ്പ് ആണ്, ടൈറ്റാനിയാണ്.
ടൈറ്റാനിയം ഡീസലാണ്. ഡീസലാണ്. സോ നല്ല പെർഫോമൻസ്, ബിൽഡ് ക്വാളിറ്റി, അത്യാവശ്യം നല്ല മൈലേജും, എന്നാൽ ഒരു ഡ്രൈവിംഗിൽ നല്ല ഒതുങ്ങിയ ഒരു വാഹനം കൂടിയാണ് ഈ ഒരു വാഹനം. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക് ഇന്നത്തെ ഒരു ഓഫർ പ്രൈസ് പറഞ്ഞാൽ 7 ലക്ഷം രൂപക്ക് കൊടുക്കാൻ പറ്റും. നമ്മുടെ മുമ്പത്തെ വീഡിയോ കണ്ടാൽ ഇതിന്റെ പ്രൈസ് എത്രയാണെന്നുള്ള അറിയാൻ പറ്റും. 7 ലക്ഷം രൂപയ്ക്ക് നമുക്ക് വാഹനം നല്ലൊരു എമൗണ്ട് നമുക്ക് കുറച്ച് തന്നിട്ടുണ്ട്. ഏകദേശം ഒരു 1 ലക്ഷത്തിന് അടുത്ത് തന്നെ നമുക്ക് ഒരു ഓഫർ വന്നിട്ടുണ്ട് ഈ ഒരു വാഹനത്തിന് അല്ലേ. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? 50,000 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. സോ നല്ല ക്വാളിറ്റി അത്ര അഷ്യൂർ ചെയ്യാൻ പറ്റുന്ന ഡീസലിൽ നല്ല പെർഫോമൻസും ബിൽഡ് ക്വാളിറ്റിയും മൈലേജും കിട്ടുന്ന ഒരു വാഹനം. ഇത് നമുക്ക് ഇതാണ് 3rd ജനറേഷൻ ക്രെറ്റ. അപ്പോൾ നമുക്ക് ഈ ഒരു ക്രെറ്റ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ. നമ്മള് അടുത്ത ഏറ്റവും ഇപ്പൊ നിലവിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ജനറേഷനാണ്. അപ്പൊ ഈ ഒരു വാഹനം നമുക്ക് ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് മാനുസ് കാർ വേൾഡിൽ നിന്നാണ്, അതും ഫുൾ ബ്ലാക്കിൽ വരുന്ന ഒരു വാഹനം. എങ്ങനെയായിരുന്നു മാനുക്ക അതിന്റെ ഡീറ്റെയിൽസ്? ഇത് 2024 32,000 കിലോമീറ്റർ ഓടി, ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല, സിംഗിൾ ഓണർഷിപ്പ് ആണ്, പെട്രോൾ ആണ്. ഇതിന്റെ പ്രൈസ് നമുക്ക് 16 ലക്ഷം രൂപയ്ക്ക് അത് കൊടുക്കാൻ പറ്റും. 22 ലക്ഷം രൂപ ഓൺ റോഡ് പ്രൈസ് എന്നാണ്. 1 വർഷമായിട്ടുള്ളൂ വാഹനം ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ വാഹനത്തിൽ ഇനി ഡിപ്രിസിയേഷൻ വരാനൊന്നുമില്ല. സോ നമുക്ക് നല്ലൊരു എമൗണ്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് പനോരമിക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന SX ഇതിന്റെ ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് ആണ്. അത് നമുക്കൊരു നല്ലൊരു എമൗണ്ട് നമുക്ക് സേവ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല കിട്ടുവാണ്. ഒരു പുതിയൊരു വാഹനത്തിന് അതേ ഫീല് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു വാഹനമാണ്. ഇന്റീരിയർ ഒക്കെ നോക്കി പക്ക വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ്. ഇതിന്റെ ഏറ്റവും ലാസ്റ്റ് ജനറേഷനിലെ ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ്. സോ നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും മാനുക? ഇത് നമുക്ക് ഫുൾ ലോൺ കൊടുക്കാൻ പറ്റും. ഫുൾ ലോണിന് നമുക്ക് ഈ ഒരു വാഹനം കൊണ്ടോ, അതും ഫുൾ ബ്ലാക്കിൽ 18 ലക്ഷം രൂപയിൽ ക്യാഷ് ബാക്ക് കിട്ടും. 18 ലക്ഷം രൂപയിൽ ലോൺ കിട്ടും. അപ്പോൾ വേണമെങ്കിൽ 2-3 ലക്ഷം രൂപ ക്യാഷ് ബാക്കിൽ ഇറക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ക്രെറ്റയാണ്. അത് വാങ്ങേണ്ട വാഹനത്തിന്റെ പ്രൈസ് മാത്രം അല്ല, ഞാൻ ആവശ്യം ഇൻ കേസ് നമുക്ക് അത്രയും നമുക്ക് എമൗണ്ട് പാസ്സാവും, അത്രയും നമുക്ക് പക്കായിട്ടുള്ള ഒരു വാഹനം അല്ല. ഇത് നമുക്ക് അതിൻ്റെ ഒരു 7 സീറ്റർ ഇനി നോക്കുന്നവർക്ക് ഇതാണോ ഉണ്ടാവിടെ തന്നെ അൽക്കസാർ ആണ്, പ്രസ്റ്റീജ് ആണ് ഓപ്ഷൻ വരുന്നത്. വൈറ്റില് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു 7 സീറ്റർ വാഹനം. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2022 മോഡലാണ്. 2022 72,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഡീസലാണോ അതോ പെട്രോൾ ആണോ? ഡീസലാണ്. സോ നമുക്ക് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഡീസൽ ഇപ്പോൾ സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്നില്ല. സോ നമുക്ക് ഡീസലിൽ തന്നെ സൺറൂഫും അതും 7 സീറ്റർ ഒക്കെ വന്നിട്ടുള്ള ഒരു കിഡ്ലം വാഹനമാണ്. എത്ര രൂപ ചെയ്യാൻ പറ്റും ഈ ഒരു വാഹനം? ഫുൾ ലോൺ അവൈലബിൾ ആണ്. ഫുൾ ലോൺ ആണ്. പ്രൈസ് പറഞ്ഞത് 14,75,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. ചെറിയൊരു നെഗോഷ്യബിളിൽ കൊടുക്കാനും പറ്റൂല. യെസ്. അപ്പോൾ നമ്മൾ ട്രാക്കിൻ്റെ ഫുൾ ലോണിൽ ഇറങ്ങാം. അടുത്ത ഒരു കിയയുടെ സെൽട്ടോസ് ആണ്, അതും ഫുൾ ബ്ലാക്കിൽ GT ലൈന്. എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? ഇതിന്റെ ഇത് 2023 ആണ്. വെറും 19,000 കിലോമീറ്റർ ഓടിയുള്ള സിംഗിൾ ഓണർഷിപ്പ് ആണ്, ഓട്ടോമാറ്റിക് ആണ്, പെട്രോൾ ആണ്. യെസ്. അപ്പോൾ ഇതിന്റെ ഹൈ എൻഡ് വേരിയന്റ് ആണ്. സോ നമുക്ക് ഇതിൽ സീറ്റ് വെന്റിലേഷന്, ക്രൂസ് കൺട്രോൾ, 360 ക്യാം, അങ്ങനെ A to Z കമ്പനി ഫിറ്റിംഗ്സിൽ വരുന്ന ഏറ്റവും ഹൈ എൻഡ് വേരിയന്റിൽ, അതും ഫുൾ ബ്ലാക്കിൽ ഒരു കിഡ്ലം വാഹനം. ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ വെറും 19,000 കിലോമീറ്റർ മാത്രം ഓടിയ വാഹനം. മാർക്ക് നമുക്ക് എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും ഈ ഒരു വാഹനം? നമുക്ക് ഫൈനലായിട്ട് 17 ലക്ഷം രൂപ കൊടുക്കും. 17 ലക്ഷം രൂപയ്ക്ക് ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഫുൾ ലോൺ. ഇതും ഫുൾ ലോൺ തന്നെ അല്ല. ഇത് നമുക്ക് അഗൈൻ ഒരു 2nd ജനറേഷൻ ക്രെറ്റ നോക്കുന്നവർക്ക് ഒരു അടിപൊളി വാഹനം, അതും ഫുൾ ബ്ലാക്കിൽ വരുന്ന ഒരു വാഹനം. സോ നമുക്ക് അത്യാവശ്യം നമുക്ക് നിലവിൽ ഇറങ്ങുന്നതിനേക്കാൾ കൂടുതൽ ബിൽഡ് ക്വാളിറ്റിയും വെയിറ്റ് ഒക്കെ വരുന്ന ഒരു വാഹനമാണ്. എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2019 ആണ്. 70,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ആണ്, പെട്രോൾ ആണ്. ഓൺഷിപ്പ് സിംഗിൾ. അതെ. അപ്പൊ ലോ കിലോമീറ്റർ ഓടിയ ഒരു വാഹനമാണ്. സോ നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും ഈ ഒരു വാഹനം? ഇത് നമുക്ക് 8,90,000 രൂപയ്ക്ക് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ഇന്നൊരു ആഷ് ബാഗിന്റെ പ്രൈസിന് ഒരു ക്രെറ്റ കൊണ്ടുപോകാം 890. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇതും ഫുൾ ഓണിന് നമുക്ക് ചെയ്യാൻ പറ്റും. അത് നമുക്ക് അടുത്തൊരു സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രീമിയം ലെവലിൽ ഒരു വാഹനം നോക്കുന്നവർക്ക് നമുക്കൊരു കിള്ളം BM-ന്റെ ഏതായിരുന്നു സീരീസ്? ഏതായിരുന്നു? X1 ആണ്. സോ നമുക്ക് സൺറൂഫ് കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കിള്ളം വാഹനമാണ്. അത് നമുക്ക് അത്യാവശ്യം ലോ മെയിൻ്റെനൻസ് വരുന്ന ഒരു പ്രീമിയം വെഹിക്കിൾ എന്ന് കൂടിയുള്ള ഒരു ഹൈലൈറ്റ് ഉണ്ട്. സോ ഡീസൽ ഓട്ടോമാറ്റിക് അല്ലേ വരുന്നത്? എത്ര എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങൾ? 2016 ആണ്. 34,000 കിലോമീറ്റർ ഓടിയുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ്. ലോ കിലോമീറ്റർ ആണ്. നമുക്ക് പ്രീമിയം വെഹിക്കിൾസ് ഒക്കെ നമുക്ക് പുറത്തുനിന്ന് വരുന്ന വാഹനങ്ങളൊക്കെ അത്യാവശ്യം നല്ല ഓടിയിട്ടുണ്ടാവും. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ലോ കിലോമീറ്റർ ഓടിയുള്ള ഒറിജിനൽ കേരള വാഹനം. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക് ഈ ഒരു വാഹനം? 22 അല്ല. ഏകദേശം നമുക്ക് ലോണൊക്കെ മാക്സിമം 20 വരെ ലോൺ 20 വരെ നമുക്ക് ലോണും ചെയ്യാൻ പറ്റും. ഇതിന് അഗൈൻ വീണ്ടും നമുക്കൊരു സെൽട്ടോസ് തന്നെയാണ് വരുന്നത്. നേരത്തെ നമ്മളൊരു GT ലൈൻ പരിചയപ്പെട്ടിരുന്നു. വീണ്ടും നമുക്കൊരു ഫുൾ ബ്ലാക്കിൽ വരുന്ന ഒരു വാഹനം. ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യം? 2020 മാനുവൽ ആണ്, പെട്രോൾ ആണ്. 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 50,000 കിലോമീറ്റർ. അപ്പോൾ നമുക്ക് ഡിപ്പെൻസ് നോക്കുമ്പോൾ ചെറിയ കിലോമീറ്റർ ആണ്. ഇത് നമുക്ക് സീറ്റ് വെന്റിലേഷൻ കാര്യങ്ങൾ, അത് പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്ങിനെ അത്യാവശ്യം എല്ലാ ഫിറ്റിംഗ്സും ഇൻക്ലൂഡ് ചെയ്ത് വരുന്ന ഒരു വാഹനം അല്ല. 10,50,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാനും പറ്റും. ഫുൾ ലോൺ കൊടുക്കാം. അതായത് 10 ലക്ഷം റേഞ്ചിലൊരു കിയയുടെ സെൽട്ടോസ്, അതും ഫുൾ ലോണിൽ അല്ലേ. ദെൻ നമുക്കൊരു Audi Q3
എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വരുന്നത്? ഡീസലാണ്, ഓട്ടോമാറ്റിക് ആണ്, 2013 സെക്കൻഡ് ഓണറാണ്. ഇത് നമുക്ക് 11 ലക്ഷം രൂപക്ക് കൊടുക്കാൻ പറ്റും. ഒരു ബെസ്റ്റ് പ്രൈസ് ആണ്. അപ്പോൾ നമുക്ക് ഇന്ത്യയിലൊക്കെ നോക്കി നല്ല കിഡ്ലനാണ്, അത്യാവശ്യം നല്ല വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള വെഹിക്കിളാണ്. സോ നമുക്കൊരു ഓഫർ പ്രൈസ് തന്നെ പറയാലോ. സാധാരണ നമുക്ക് അത്യാവശ്യം നല്ല പ്രൈസ് റേഞ്ചിൽ തന്നെ നമുക്ക് ഉണ്ടാവും. ഇത് നമുക്കൊരു സബോമീറ്റർ SUV ആണ്. എന്നാൽ നമുക്കൊരു സാധാരണ ഒരു സ്വിഫ്റ്റ് ബലാനൊക്കെ വാങ്ങുന്ന അതേ പ്രൈസിനൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന നല്ല മൈലേജും കാര്യങ്ങളൊക്കെ വരുന്ന കമ്പനി ഇൻബിൽറ്റ് ആൻഡ് ഡുവൽ ടൂൺ കാര്യങ്ങളെല്ലാം വരുന്ന ഒരു റെനോ കൈഗർ. എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? 2021 ഓട്ടോമാറ്റിക് ആണ്, വെറും 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 30,000 കിലോമീറ്റർ മാത്രം ഓടിയ വാഹനമാണ്. അത് നമുക്ക് ഓട്ടോമാറ്റിക് സെഗ്മെന്റിൽ നല്ലൊരു കിഡ്ലം SUV. ഇതിന്റെ ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് അല്ലേ വരുന്നത്? അത്യാവശ്യം നല്ല മൈലേജും കിട്ടും. എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? നമുക്ക് 6,10,000 രൂപക്ക്. 6,10,000 ഒരു ബെസ്റ്റ് പ്രൈസിൽ ഇന്നിപ്പോ നമുക്കൊരു സ്വിഫ്റ്റ് ഒക്കെ വാങ്ങുന്ന അതേ പ്രൈസിന് ഓട്ടോമാറ്റിക്കലി നല്ലൊരു SUV ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? ഫുൾ ഓൺ ചെയ്യാം അല്ലേ. അടുത്ത വീണ്ടും നമുക്കൊരു കിഡ്ലം വെൻഡോ ആണ്, ഫോക്സ് വാഗൻ വെൻഡോ, അതും വൈറ്റ് ഫിനിഷിംഗ് ആണ്, തലശ്ശേരി രജിസ്ട്രേഷൻ ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? 2000 ഇത് ഓട്ടോമാറ്റിക് ആണ്, ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. 2016 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സോ DST ഗിയർ ബോക്സ് ആയിരിക്കും, നല്ല പെർഫോമൻസ് സ്പോർട്ടി ഒക്കെ ആയിട്ടുള്ള ഡീസൽ ഓട്ടോമാറ്റിക്കൽ ഒരു കിഡ്ലം വാഹനം. ഇന്ത്യയിലൊക്കെ നോക്കി നമുക്ക് പുതിയൊരു വാഹനത്തിന് അതേപോലെ വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു വാഹനമാണ്. ഇതിന്റെ ഹൈ എൻഡ് വേരിയന്റ് ആയിരിക്കും അല്ലേ? എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? ഇത് 1 ലക്ഷം കിലോമീറ്റർ 2016 ഡീസൽ ഓട്ടോമാറ്റിക്. ഇത് നമുക്ക് 5,75,000 രൂപ കൊടുക്കാം. 5,75,000 അല്ലേ? മാക്സിമം ലോൺ ചെയ്യാം. മാക്സിമം ലോൺ. അടുത്ത 2 കിഡ്ലം താറുകളാണ്. ഒന്ന് നമുക്ക് അത്യാവശ്യം എക്സ്ട്രാ ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള ഒരു വാഹനമാണ്. ഇത് 4x4 ഓട്ടോമാറ്റിക് ആണോ മാനുവൽ ആണോ വരുന്നത്? ഇത് 2022. ഇത് 2022 ആണ്, മാനുവൽ ആണ്. 4x4 95,000 കിലോമീറ്റർ ഓടി. ഓക്കെ, നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അത്യാവശ്യം നമുക്ക് നല്ല അഡീഷണൽ ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു ഓഫ് റോഡർ ആണ്. ടയേഴ്സ് ഒക്കെ നമുക്ക് പുതുപുത്തൻ ടയേഴ്സ് തന്നെയാണ് വരുന്നത് അല്ലേ? നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും ഒരു വാഹനം? ഇത് നമുക്ക് ഫൈനൽ പ്രൈസ് ആയിട്ട് നമുക്ക് 14,40,000 രൂപയ്ക്ക് ഓഫർ ഇട്ടിട്ട് കൊടുക്കാം. 14,40,000 ഒരു 1 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഇറക്കാൻ പറ്റും. അടുത്ത ഇതാണ് നമുക്ക് അതൊരു സ്റ്റോക്ക് കണ്ടീഷനിൽ വരുന്ന ഒരു അടിപൊളി വാഹനം. അത് നമുക്ക് വടകര രജിസ്ട്രേഷൻ ആണ്, നല്ല കിഡ്ലം ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി വാഹനം. ഇത് ഓട്ടോമാറ്റിക് ആണോ അതോ മാനുവൽ ആണോ? ഓട്ടോമാറ്റിക് ആണ്, 2021 ആണ്, സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഹാർഡ് ടോപ്പിൽ ഏറ്റവും ടോപ്പ് എൻഡിൽ 4x4 ഡീസൽ ഓട്ടോമാറ്റിക്. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? ഇത് കിലോമീറ്റർ 1 ലക്ഷം കിലോമീറ്റർ ഓട്ടോമാറ്റിക് ആണ്. എത്ര രൂപ ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് ഒരു 14,50,000 ചെയ്യാൻ പറ്റും. 14,50,000 ഏകദേശം നമുക്ക് ലോൺ 1.5 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കാം. അടുത്തത് നമുക്കൊരു 7 സീറ്റർ ആണ്, അത്യാവശ്യം നല്ല മൈലേജും എന്നാൽ മാരുതിയുടെ തന്നെ നമുക്ക് ലോ മെയിൻ്റനൻസ് ഒക്കെ വരുന്ന ഒരു കിഡ്ലം വാഹനം. ഏതായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2019 ആണ്, 31,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ചെറിയ കിലോമീറ്റർ ആണ്. സോ നമുക്ക് ലോ കിലോമീറ്റർ ഓടിയുള്ള 7 സീറ്റർ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. സെൻട്രൽ AC, കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ, റിയൽ AC, അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്ത് വന്നിട്ടുള്ള ഒരു വാഹനമാണ്. ഇതിന്റെ ന്യൂ ഫേസ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് അല്ലേ? നമുക്ക് ഹൈബ്രിഡ് കൂടിയാണ്. സോ അത്യാവശ്യം നല്ല മൈലേജും കുറഞ്ഞ മെയിൻ്റനൻസ് വരുന്ന വാഹനം. നമുക്ക് ഇത് എത്ര രൂപ ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് 8,15,000 രൂപ കൊടുക്കാം. 8,15,000 ഇതിൽ നമുക്ക് ലോൺ ഏകദേശം എത്ര വരെ ചെയ്യാം? ഫുൾ ലോൺ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു 7 സീറ്റർ. ഇത് നമുക്കൊരു കിഡ്ലം സിറ്റി ആണ് വരുന്നത്. ഇത് ഡീസൽ ആണോ പെട്രോൾ ആണോ വരുന്നത്? ഇത് പെട്രോൾ ആണ്. 36,000 കിലോമീറ്റർ 2017 വെറും 36,000 എന്ന് പറഞ്ഞാൽ പക്ക ലോ കിലോമീറ്റർ ആണ്. ഇതിന്റെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കമ്പനി നമുക്ക് ഡയമണ്ട് കട്ട് അലോയ് വീൽസ്, സ്റ്റീരിംഗ് കൺട്രോൾസ്, ക്രൂസ് കൺട്രോൾ, അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ലോ മെയിൻസ് വരുന്ന നല്ലൊരു ഫാമിലി കംഫർട്ട് ആയിട്ടുള്ള ഒരു വെഹിക്കിളാണ് സിറ്റി. എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റിയ ഒരു വാഹനം? ഇത് നമുക്ക് ലാസ്റ്റ് 6,90,000 രൂപ 6,90,000 അല്ലേ? ഏകദേശം നമുക്ക് മാക്സിമം ലോണും ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് അഗൈൻ വീണ്ടും നമുക്കൊരു ക്രെറ്റയാണ്. അതും നമുക്ക് വൈറ്റ് ഫിനിഷിംഗ് ആണ് വരുന്നത്. നേരത്തെ നമുക്കൊരു ബ്ലാക്കിൽ ഒരു സെക്കൻഡ് ജനറേഷൻ പരിചയപ്പെടുന്നു. ഇതും നമുക്ക് സെക്കൻഡ് ജനറേഷൻ തന്നെയാണ് വരുന്നത്. അതും വൈറ്റ് ഫിനിഷിങ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2020 രജിസ്ട്രേഷൻ ആണ്, 75,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്, 75,000 കിലോമീറ്റർ. ഡീസൽ ആണോ പെട്രോൾ ആണോ? ഡീസൽ. സോ നമുക്ക് അത്യാവശ്യം നല്ല 1 ലക്ഷത്തിന് താഴെ ഇങ്ങനത്തെ വാഹനം കിട്ടാൻ ഇച്ചിരി പാടാണ് അല്ലേ? സോ നമുക്ക് അത്യാവശ്യം ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള കറക്റ്റ് നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. മാർക്കറ്റ് നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും? 10,30,000 രൂപ. 10,30,000 ഏകദേശം ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് ഫുൾ ലോൺ ചെയ്യാൻ പറ്റും. ഫുൾ ലോൺ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ നമുക്കൊരു കിഡ്ലം ഗ്ലാൻസ് വരുന്നുണ്ട്, ടയോട്ട ഗ്ലാൻസ GL40 രജിസ്ട്രേഷൻ ആണ്. ഇതിന്റെ ടോപ്പ് എൻഡ് ആണ് വരുന്നത് മാനിക്ക? ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. അത് ഓട്ടോമാറ്റിക് കൂടിയാണ് അല്ലേ വരുന്നത്? ഇത് 2023 ആണ്, വെറും 10,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. വെറും 10,000 കിലോമീറ്റർ. ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ്, 360 ക്യാമ, ഹെഡ് അപ്പ് ഡിസ്പ്ലേ, അങ്ങനെ A-Z കമ്പനി ഫിറ്റിംഗ്സിൽ വരുന്ന ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് അല്ലേ? ചെറിയ കിലോമീറ്റർ ആണ്, ഓട്ടോമാറ്റിക് കൂടിയാണ്. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സിംഗിൾ ആണ്. എത്ര രൂപ ചോദിക്കുന്നത്? ഇത് നമുക്ക് 8,90,000 രൂപ. 8,90,000 ബെസ്റ്റ് പ്രൈസ് ആണ്. പക്ഷെ നമുക്ക് 10 ലക്ഷത്തിന് മുകളിൽ പോകില്ല. അപ്പൊ റേറ്റ് വരുന്നത് 11,000 മുകളിൽ പോകും. 11,000 മുകളിൽ പോകും. അപ്പൊ നല്ലൊരു എമൗണ്ട് നമുക്ക് സേവ് ചെയ്യുകയും ചെയ്യാം.
ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? ഫുൾ ഓൺ ചെയ്യാം, ഫുൾ ഓണും ചെയ്യാൻ പറ്റും. ഓട്ടോമാറ്റിക്കലി ലോ കിലോമീറ്റർ ഓടിക്കുന്ന ഒരു ഗ്ലാൻസ് കേട്ടോ. എഗെയിൻ വീണ്ടും നമുക്ക് സെൽട്ടോസുകളിൽ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടല്ലോ മാനക. കാരണം നമുക്ക് ബ്ലാക്ക് ഒന്നും അതേപോലെ തന്നെ വൈറ്റ് ഇത് ഡുവൽ ടൂൺ ആണ് വരുന്നത്. നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്ന ന്യൂ എംബ്ലക്ക് വരുന്ന ഒരു അടിപൊളി വാഹനം. ഇത് എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? 2022 ഓട്ടോമാറ്റിക് ആണ്. ഓ, ഡീസൽ പ്ലസ് ഓട്ടോമാറ്റിക്. അപ്പോൾ നമുക്ക് പെട്രോൾ വേണ്ടവർക്ക് പെട്രോൾ ഉണ്ട്, മാനുവൽ വേണ്ടവർക്ക് മാനുവൽ. ഇനി ഡീസൽ തന്നെ ഓട്ടോമാറ്റിക് വേണമെന്നുള്ളവർക്ക് ഡീസൽ ഓട്ടോമാറ്റിക്. അപ്പോൾ ഏത് സെഗ്മെന്റ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്? 50,000 കിലോമീറ്റർ ലോ കിലോമീറ്റർ ആണ്. അത് നമുക്ക് ഡീസൽ ഓട്ടോമാറ്റിക്. എത്ര രൂപ ചെയ്യാൻ പറ്റും ഇത്? നമുക്ക് ഫൈനലായിട്ട് നമുക്ക് 14 ലക്ഷം രൂപയ്ക്ക് ചെയ്യാം. 14 ലക്ഷം രൂപയ്ക്ക് നല്ലൊരു ബെസ്റ്റ് പ്രൈസ് ആണ്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. മാക്സിമം എത്ര രൂപയ്ക്ക് വേണ്ടി ഇറങ്ങാൻ പറ്റും? ഇത് മാക്സിമം നമുക്ക് ഒരു ഫുൾ ഓൺ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിന് അഗെയിൻ നമുക്ക് മാരുതിയുടെ ഹോട്ട് സെല്ലിംഗ് ആയിട്ടുള്ള ഒരു ഫ്രോങ്സ്, അതും വൈറ്റ് ഫിനിഷിംഗ് ആണ്. KL60 കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ ആണ് വരുന്നത്. അതിന് എന്തിന്റെ മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2023 ആണ്. വെറും 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. 2024 ഡെലിവറി. 2024 4 മാസമാണ് കാർ ഡെലിവറി ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് കമ്പനി വാറണ്ടി നിലവിൽ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ കമ്പനി വാറണ്ടി തന്നെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വാഹനം. വെറും 30,000 കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ്. എത്ര രൂപ ചെയ്യാൻ പറ്റും മാനുക്കത്? ഇത് നമുക്ക് ഫൈനലായിട്ട് നമുക്ക് ഒരു 8,20,000 രൂപ. 8,20,000 അത്യാവശ്യം നല്ല മൈലേജും കിട്ടും, നല്ല കംഫർട്ടും ആണ്. പക്ഷേ നമുക്ക് എത്ര രൂപയ്ക്ക് വേണ്ടി ഫുൾ ഓൺ തന്നെ കൊടുക്കാം. അടുത്ത കേടെ ഒരു സോണറ്റ് വരുന്നുണ്ട്. അത് നമുക്ക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു ഓട്ടോമാറ്റിക് വേരിയന്റ്. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? 2020 ആണ്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. 80,000 കിലോമീറ്റർ. മൈലേജ് എന്തായാലും ഒരു 20 ഒക്കെ കിട്ടില്ല. GT ലൈൻ ആണ്. ഏറ്റവും ടോപ്പ് എൻഡ് മോഡലാണ്. ഏറ്റവും ടോപ്പ് എൻഡ്, അതും നല്ല മൈലേജ് കിട്ടുന്ന ഒരു ഡീസൽ ഓട്ടോമാറ്റിക്. സോ നമുക്ക് നല്ല മൈലേജ് ഉണ്ടാകും, കംഫർട്ടും ഉണ്ടാവും. അതും സീറ്റ് വെന്റിലേഷനും സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി വാഹനം. എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും? നമുക്ക് 10,10,000 രൂപ. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വേണ്ടി ഇറങ്ങാൻ പറ്റും? ഇതും ഫുൾ ഓൺ നമുക്ക് ചെയ്യാൻ പറ്റും. എഗെയിൻ വീണ്ടും നമുക്കൊരു താർ തന്നെയാണ്. 2 താറുകൾ നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ട് കഴിഞ്ഞു. അടുത്ത് വീണ്ടും ഹാർഡ് ടോപ്പില് ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി അല്ലേ. അത്യാവശ്യം നമുക്ക് അഡീഷണൽ ഫിറ്റിംഗ്സും ഓഫ് റോഡ് ബമ്പേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വാഹനമാണ്. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2022 ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. 60,000 കിലോമീറ്റർ ഒരുപാട് കോസ്റ്റ്ലി എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് ഒരു 15 ലക്ഷം രൂപക്ക് കൊടുക്കാൻ പറ്റും. 15 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. ഏകദേശം എത്ര രൂപയ്ക്ക് വേണ്ടി ഇറങ്ങാം? 1 ലക്ഷം രൂപ ഇറങ്ങാൻ പറ്റും. സുഖമായിട്ട് വേണ്ടി ഇറങ്ങാം. ഇത് നമുക്ക് US ബ്രാൻഡിൽ വരുന്ന ജീപ്പ് കോമ്പസ് ആണ്. നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇത് ഡീസലാണോ അതോ പെട്രോൾ ആണോ വരുന്നത്? ഡീസലാണ്. സോ നല്ല പെർഫോമൻസും നല്ല മൈലേജും ബോഡി ക്വാളിറ്റിയും നല്ല ലോങ് ഡ്രൈവിനൊക്കെ അത്യാവശ്യം നല്ല കംഫർട്ട് ആയിട്ടുള്ള ഒരു വാഹനം അല്ലേ. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്? കിലോമീറ്റർ വരുന്നത് 60,000 കിലോമീറ്റർ ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഓ, ലോ കിലോമീറ്റർ വണ്ടിയാണ്. നമുക്ക് നല്ല മൈലേജ് കിട്ടുന്ന ഒരു അടിപൊളി വാഹനം അല്ലേ. എത്ര രൂപ വാഹനത്തിന് ചോദിക്കുന്നത്? ഇത് നമുക്ക് ഒരു 10 ലക്ഷം രൂപ കൊടുക്കാൻ പറ്റും. 10 ലക്ഷം രൂപ ഒരു ബെസ്റ്റ് പ്രൈസിന് ഒരു ഡീസൽ SUV, അത് ലോ കിലോമീറ്റർ ആണ്. ഇത് നമുക്ക് ഫൈനലായിട്ട് 9,70,000 രൂപക്ക് കൊടുക്കാം. 9,75, അതായത് 10 ലക്ഷത്തിന് താഴെ ബഡ്ജറ്റിലെ ഒരു ഡീസൽ SUV അല്ല. അത് ലോ കിലോമീറ്റർ ആണ്. ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറങ്ങാൻ പറ്റും? ഫുൾ ഓണിലാണ്. ഫുൾ ഓണിൽ നമുക്ക് വണ്ടി ഇറക്കാം അല്ലെ. അടുത്ത നമുക്കൊരു ഡീസലില് ഒരു 7 സീറ്റർ, അതൊരു ബഡ്ജറ്റ് പ്രൈസിന് നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. Bolero Neo ആണ് അല്ലെ. എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? 2022 ആണ്. 50,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. 50,000 കിലോമീറ്റർ അല്ലെ. 7 സീറ്റർ ആണ്. അതും നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു ബെസ്റ്റ് വാഹനം. ഏകദേശം ഒരു 17 എന്തായാലും മൈലേജ് കിട്ടൂല. അതും ഒരു 7 സീറ്റർ വാഹനമാണ്. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്? 50,000 കിലോമീറ്റർ. 50,000 കിലോമീറ്റർ എൻട്രൻ ആണ് ഇതിന്റെ ഓപ്ഷൻ വരുന്നത്. സോ നല്ല അത്യാവശ്യം ട്രെൻഡിങ് ആയിട്ടുള്ളൊരു മോഡലാണ്. എത്ര രൂപ വാഹനത്തിന് ചോദിക്കുന്നത്? 8,10,000 രൂപയ്ക്ക് ഒരു ഓഫർ പ്രൈസിൽ നമുക്ക് കൊടുക്കാം. 7 സീറ്റർ ആണ്, ഡീസൽ ആണ് കേട്ടോ. 8,10 ഒരു ബെസ്റ്റ് പ്രൈസിനും ഉണ്ടാവും. ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? ഫുൾ ഓൺ ചെയ്യാം. ഇത് നമുക്ക് നമ്മൾ തുടങ്ങിയത് ഒരു MG ഹെക്ടറിലായിരുന്നു. അത് അതിന്റെ അപ്ഡേഷന് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളൊരു മോഡലാണ്. അത് നമുക്ക് പനോരമിക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു 5 സീറ്റർ അല്ല. ഇതെങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വരുന്നത്? 2022-23 4 മാസമാണ് വണ്ടി ഇറങ്ങിയിട്ടുള്ളത്. ഇത് സെക്കൻഡ് ജനറേഷൻ ആണ്. ഇത് വെറും 35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പൊ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു കിടിലൻ വാഹനമാണ്. ഇത് ഡീസലാണോ പെട്രോൾ ആണോ വരുന്നത്? ഡീസലാണ്. സോ നല്ല മൈലേജ് കിട്ടും, നല്ല കംഫർട്ട് ആയിട്ട് വരുന്ന ഒരു അടിപൊളി വാഹനം. എത്ര രൂപ ചെയ്യാൻ പറ്റും ഇത്? നമുക്ക് ഒരു 15,400 ഫൈനലായിട്ട് ചെയ്യാൻ പറ്റും. 15,25,000 ലോണും. അതായത് 2023 മാർച്ചിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇത് 15,25,000 രൂപയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റൂല. നല്ല ഫീച്ചേഴ്സും ഒരു ഓഫ് റോഡൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടൻ ജമണ്ടൻ വാഹനമാണ് ഫോർഡ് എൻഡേവർ. അതിന്റെ ഏറ്റവും ലാസ്റ്റ് ജനറേഷൻ. എങ്ങനെയായിരുന്നു മാനിക്ക അതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? 2016 ആണ്. മോഡൽ നോക്കേണ്ട കാര്യമില്ല. വെറും 60,000 കിലോമീറ്റർ കറക്റ്റ് കമ്പനി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വാഹനമാണ്.
ഈ വാഹനത്തിനാണെങ്കിൽ 1 വർഷത്തെ വാറണ്ടി കൊടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് 1 വർഷം വാറണ്ടിയിൽ അതും ഡീസൽ ഓട്ടോമാറ്റിക്കില് വെറും 60,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു കിടിലം വാഹനം. മാനുക എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? നമുക്കൊരു 22,90,000 രൂപയ്ക്ക് ഫൈനൽ ചെയ്യാനും പറ്റും. 1 വർഷത്തെ വാറണ്ടി വാഹനത്തിന് അവൈലബിൾ. അപ്പോൾ നമ്മൾ ഏകദേശം നമുക്ക് മാക്സിമം നമുക്ക് വാറണ്ടിയിൽ 1 ഇയർ വരെ വാറണ്ടി നമുക്ക് അവൈലബിൾ ആണ്. ഒരു ഓഫർ പ്രൈസിലും കൊണ്ടുപോകാം അല്ല, മാക്സിമം ലോണും ചെയ്യാം അല്ല. അടുത്ത നമ്മൾ വീണ്ടും ഒരു ജമണ്ടൻ വാഹനമായിട്ടാണ് 7 സീറ്റർ ഒക്കെ നോക്കുന്നവർക്ക് വളരെ റെയർ ആയിട്ട് കമ്പനിയിൽ ബുക്കിംഗ് പീരീഡ് ഒക്കെ വരുന്ന ഒരു വാഹനമാണ് മഹീന്ദ്രയുടെ SUV 700 അല്ലെ. എങ്ങനെയായിരുന്നു മാനുക അതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? ഏറ്റവും ടോപ്പ് മോഡലാണ് X7 ആണ്. ഡീസൽ ഓട്ടോമാറ്റിക് വെറും 35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതും 7 സീറ്റർ ആണ്. 7 സീറ്റർ ആണ് ടോപ്പ് എൻഡ് മോഡൽ. അപ്പോൾ ഏറ്റവും ഹൈ എൻഡ് വേരിയന്റിൽ നമുക്ക് ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഡീസൽ ഓട്ടോമാറ്റിക് 700. മാനുക നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും ഒരു വാഹനം? ഇപ്പോഴത്തെ ഒരു ഓഫർ പ്രൈസിൽ പറഞ്ഞാൽ ഒരു 22,10,000 രൂപ കൊടുക്കാൻ പറ്റും. പുതിയൊരു വാഹനത്തിന് ഏകദേശം നമുക്ക് എത്ര വരുന്നുണ്ട്? അത് 30ന്റെ മുകളിൽ വരുന്നുണ്ട്. അപ്പോൾ ഒരു 10-12 ലക്ഷം രൂപ നമുക്ക് സേവ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഫുൾ ഓൺലൈൻ നമുക്ക് വാഹനം ഇറക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ നമ്മൾ പുതിയ ഷോറൂമിന്റെ വർക്കുകൾ ഏകദേശം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം വൈകാതെ നമുക്ക് ഉണ്ടാവില്ലേ ഓപ്പണിംഗ്? 2 മാസത്തിനാണ് ഇനാഗുറേഷൻ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല ഓഫറുകളും കാര്യങ്ങളും നല്ല കളക്ഷൻ ആയിട്ടും പുതിയൊരു ഷോറൂം ഉടൻ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ വള്ളോമ്പലത്താണ്, പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേയിൽ. സോ നമ്പർ കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ട് മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവർ വീണ്ടും കാണാം. റിയാസ് മാനുക സൈനിങ് ഓഫ്.